കോടതി ഉത്തരവിന് പോലും വില നൽകാതെ ഭൂമാഫിയയ്ക്ക് പിന്തുണ നൽകുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന ആരോപണവുമായി പ്രകൃതി സംരക്ഷണ സമിതി. തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്ററിനെതിരെ കോർപ്പറേഷൻ നടപടികളിലേക്ക് കടക്കാത്തതാണ് ആരോപണത്തിന് പിന്നിൽ. ശക്തമായ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. 200 ഏക്കറിലധികം വരുന്ന കണ്ടൽ ചതുപ്പ് നിലങ്ങൾ കോഴിക്കോട് നഗരത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. രാത്രിയുടെ മറവിൽ ഭൂമാഫിയ പലപ്പോഴും ഈ പ്രദേശത്തേക്കെത്തി. നാട്ടുകാരുടെ നിതാന്ത ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് അത് തടയാൻ കഴിഞ്ഞത്. അതിനുള്ള തെളിവാണ് ഈ മണ്ണുമാന്തി യന്ത്രം. ചതുപ്പ് നിലം നികത്തി സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി നിർമ്മിച്ചതാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന പുതിയ തെളിവുകൾ. കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന സ്ഥാപനം ഡാറ്റാബാങ്കിൽ പെട്ടതും അതേമാതിരി അതീവ പ്രാധാന്യമുള്ള കോട്ടോളി തണ്ണിത്തടത്തിന്റെ സർവേ നമ്പർ പെട്ട 74 പേർ സർവേ നമ്പറിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും അനധികൃതമാണ്. ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തത്. ആ റിട്ട് പ്രകാരം 9445 WBC 9445 എന്ന റിട്ട് പ്രകാരം ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 21-ാം തീയതി ഞങ്ങൾക്കൊരു ഓർഡർ കിട്ടി. ആ ഓർഡർ പ്രകാരം എന്താ പറഞ്ഞു വെച്ചാൽ പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർ തരുന്ന പരാതി പരിശോധിച്ചിട്ട് അതിന് മുകളിൽ സത്യമാണെങ്കിൽ നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഒരു നടപടി സ്വീകരിച്ചായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതിനുശേഷം നിരന്തരം പിന്നെയും പരിപാടികൾ നടന്നു. തൊട്ടടുത്താണ് നമ്മുടെ ജില്ലാ കളക്ടർ ഇരിക്കുന്നത്. ഈ ജില്ലാ കളക്ടർ ഇത് തടയാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ട്രേഡ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും സ്ഥലത്ത് യാതൊരു പ്രവർത്തനവും നടത്തരുതെന്നും പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നുമുള്ള കോടതി ഉത്തരവുണ്ടായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ആരും വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നതാണ് വസ്തുത. ട്രേഡ് സെന്ററിന് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ അതേ കോർപ്പറേഷൻ പിന്നീട് ഇത് തിരുത്തി. സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. ഭൂമാഫിയ തണ്ണീർത്തടം നികത്തിയിട്ടുണ്ടെന്നും ഒറ്റനോട്ടത്തിൽ തന്നെ കാണാം. പക്ഷെ അപ്പോഴും കോർപ്പറേഷൻ അടക്കം ഭൂമാഫിയയ്ക്കൊപ്പം നിൽക്കുകയാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന തെളിവുകൾ. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭൂമാഫിയ അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ്. ഉദ്യോഗസ്ഥരും ഭരണകൂടവും ഒക്കെ അവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ച. ഇപ്പുറത്ത് പ്രതിരോധം തീർത്തുകൊണ്ട് BJPയും പ്രദേശവാസികളും കട്ടക്ക് തന്നെയുണ്ട്. കോഴിക്കോട് നിന്ന് ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, ജനം.